അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമസ്തകാല ജംഇയ്യത്തുൽ ഉലമയുടെ കൈത്താങ്ങ് ഫണ്ട് സ്വരൂപണത്തിന് ഈ വരുന്ന വെള്ളിയാഴ്ചയോടുകൂടി സമാരംഭം കുറിക്കപ്പെടുകയാണ്. സമസ്തയുടെ ഏതേതു സംവിധാനങ്ങൾ അതിൻ്റെ പ്രചാരണ ഘട്ടങ്ങളിലേക്ക് വരുമ്പോഴും അതിൻ്റെ ക്യാമ്പയിനുകളാവട്ടെ, സമ്മേളനങ്ങളാവട്ടെ, പ്രസിദ്ധീകരണങ്ങളാവട്ടെ, അത് തുടക്കം കുറിക്കുമ്പോഴേക്ക് ചില വിവാദ വിഷയങ്ങളിൽ അതിനെ മുക്കിത്താഴ്ത്തി അതിൻ്റെ ശോഭ മങ്ങിപ്പോകുന്ന തരത്തിലുള്ള പണിയെടുക്കാൻ വേണ്ടി പ്രതിയോഗികളും എതിരാളികളും എല്ലാ കാലഘട്ടങ്ങളിലും ശ്രമിക്കാറുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അവരുടെ കൂടെ സഹായം, അവരുടെ കൂടെ ഇടപെടൽ മൂലം ഉദ്ദേശിച്ചതിനേക്കാൾ വലിയ ഉയരത്തിലേക്ക് സമസ്തയുടെ സംവിധാനങ്ങൾ കുതിക്കാറുമുണ്ട്. ഇവിടെ ഇതാ പുതിയ ഒരു വിവാദം. സമസ്ത 10,000-ത്തിലധികം വരുന്ന മദ്രസകളിൽ നിന്ന്, അതുപോലെ കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള മഹല്ലുകളിൽ നിന്ന് കൈത്താങ്ങിലൂടെ സ്വരൂപിക്കുന്ന സാമ്പത്തികം മുഴുവൻ സുപ്രഭാതം പത്രത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു. അല്ലെങ്കിൽ 50% സുപ്രഭാതത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന തരത്തിലാണ്. അതുകൊണ്ട് സാധുക്കളെ, വീട്ടുകാരെ, നാട്ടുകാരെ, സമസ്തയുടെ, EK സമസ്തയുടെ അല്ലെങ്കിൽ ചേളാരി സമസ്തയുടെ പത്രത്തിൻ്റെ പ്രചാരണത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി നിങ്ങൾ കാശ് കൊടുക്കേണ്ടതില്ല. പത്രം വളർത്താനല്ല, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെയൊക്കെ പേരിൽ നമ്മൾ കൊടുക്കുന്ന പൈസ പത്രം വളർത്താനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണങ്ങൾ, സോഷ്യൽ മീഡിയകളിലൂടെയുള്ള റൈറ്റപ്പുകൾ, പത്രത്തെ ചെറുതാക്കി കാണിച്ചും, അതുപോലെ ഇന്നലകളിലുണ്ടായിരുന്ന വിവാദങ്ങളെ വീണ്ടും കത്തിച്ച് അത് ജ്വലിപ്പിച്ച് ലൈവാക്കി നിർത്തിയുമൊക്കെ ഈ സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പതിവ് പോലെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സാധാരണക്കാരായ സഹോദരീ സഹോദരങ്ങളോടും അള്ളാഹുവിൻ്റെ ദീനീ സംവിധാനങ്ങളെയും സംരംഭങ്ങളെയും ഒക്കെ സ്നേഹിക്കുകയും അതിൻ്റെയൊക്കെ ഏകോപന കേന്ദ്രീകൃത കൂട്ടായ്മയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ 100 വർഷക്കാലത്തോളം അതിൻ്റെ നേതൃസ്ഥാനത്ത് കാണുകയും ഒക്കെ ചെയ്ത പ്രിയപ്പെട്ട സഹോദരങ്ങളോടാണ് ഈ പറയുന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ അവർ ഉണ്ടാക്കട്ടെ. സമസ്ത നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഔലിയാക്കൾ ഉണ്ടാക്കിയ മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. കയ്യും കണക്കുമില്ലാത്ത കളികളൊന്നും സമസ്തക്കകത്ത് നടക്കില്ല. ആരെങ്കിലും അങ്ങനെ വല്ല കളങ്കവും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അള്ളാഹുവിൻ്റെ ഔലിയാ അവർ പിടിച്ച് പുറത്തിടും. ആ വിശ്വാസമാണ് നമ്മയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം ഇത് ദീനാണ്, ഇത് തകരാൻ പാടില്ലല്ലോ. ഇവിടെ കൈത്താങ്ങ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങൾ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഞാനൊരു തമിഴ്നാട്ടുകാരനായതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടെ ആദ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നന്ദി പറയുകയാണ്. കാരണം കേരളത്തിനോട് അടുത്ത പ്രദേശമായി കിടക്കുന്ന എൻ്റെ നീലഗിരിയിലൊക്കെ സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വളരെ പ്രഫുല്ലമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നീലഗിരി ജില്ലയിൽ 2 താലൂക്കുകളിലായി 3 റേഞ്ചുകളിലായി സ്തുത്യർഹമായ നിലക്കാണ് മദ്രസ സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പറയപ്പെട്ട പ്രദേശങ്ങൾ കടന്നാൽ, കേരളത്തേക്കാൾ അതിൻ്റെ ഇരട്ടി വലിപ്പമുള്ള തമിഴ്നാട്ടിലേക്ക് കടന്നാൽ മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് മരീചിക പോലെ ഒരു കിട്ടാക്കനിയായി അങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം, ചില പള്ളികളുടെയൊക്കെ ഓരം ചേർന്ന് മക്തബുകൾ എന്നതിന് പറയും, മദ്രസകൾ എന്ന് പറഞ്ഞാലും ഓത്തുപള്ളി എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ ഒരു ഉസ്താദ് ഉണ്ടാവും, കുറച്ച് കുട്ടികളുണ്ടാവും. അവരങ്ങനെ മുസ്ഹഫ് എടുത്ത് അങ്ങനെ ഇങ്ങനെ ആടി 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 ഓതുന്നത് കാണാൻ കഴിയും. അങ്ങനെയാണ് തമിഴ്നാട്ടിലെ മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായും സമസ്തയുടെ ഒരു കണ്ണെത്തൽ അനിവാര്യമായ ഒരു ഘട്ടം കൂടിയാണ്. സമസ്ത 100 വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ ദേശീയ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടെ അതിൻ്റെ ശൃംഖലകളെ വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിർവഹിച്ച പ്രവർത്തനങ്ങളിൽ തമിഴ്നാട്ടിൽ സമസ്തയുടെ കണ്ണ് പതിച്ചു എന്നത് വലിയ സന്തോഷമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, 27-ാം തീയതി പള്ളികളിൽ നിന്ന് പിരിവ് നടക്കുമ്പോൾ മദ്രസകളിലൂടെ കുഞ്ഞുമക്കൾ കൈത്താങ്ങിൻ്റെ കവറുമായി വരുമ്പോൾ ആരെങ്കിലുമൊക്കെ പറയുന്ന ആക്ഷേപങ്ങളും പരിഹാസങ്ങളും കേട്ട്, ആരെങ്കിലുമൊക്കെ പറയുന്ന വിവാദങ്ങളിൽ അകപ്പെട്ട്
വലിയ ഒരു കൂലി കിട്ടുന്ന അമല് നിങ്ങൾ ബാത്തിലാക്കി കളയരുത് എന്നാണ്. മരണപ്പെട്ടാലും തോരാത്ത കൂലിയായി ജാരിയത്തായ ഒരു സ്വതക്കയുടെ പ്രതിഫലം ലഭ്യമാകണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരു ഫണ്ടുമാണ്, വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ കരങ്ങളുമാണ് സമസ്തയുടെ കരങ്ങൾ. സമസ്ത കൈത്താങ് എന്ന് പറഞ്ഞ് നമ്മളോട് സഹായം ചോദിക്കുന്നത് അത് സമസ്തയുടെ ഓഫീസ് സംവിധാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയല്ല, സമസ്തക്കാരായ ആളുകൾക്ക് വിലസുന്നതിന് വേണ്ടിയല്ല. കേരളത്തിൻ്റെ അകത്തും പുറത്തും, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക്, നോർത്ത് ഇന്ത്യ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ദീനി ദഅവത്ത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ട നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയൊക്കെയാണ് നമ്മളോട് കൈത്താങ്ങായി സഹായം ചോദിക്കുന്നത്. അത് നൽകിയാൽ ആഖിറത്തിൽ കിട്ടുമെന്ന കാര്യത്തിൽ 100% നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് കൊടുക്കാൻ സന്നദ്ധരായിക്കോളൂ. ഈ പൈസ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനു വേണ്ടിയാണ് വിനിയോഗിച്ചത് എന്നറിഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രതിഫലം. നമ്മളതിൻ്റെ മനസ്സ് ഒരു ദൃഢവിശ്വാസം നമുക്ക് വേണം. നമ്മൾ ഏൽപ്പിക്കുന്ന കരങ്ങൾ ശുദ്ധമാണ്, നിങ്ങൾ ഏൽപ്പിക്കുന്ന സംവിധാനം ശുദ്ധമാണ്, അത് അർഹിക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള യോഗ്യരായ ആളുകളുണ്ട്, അവരെയാണ് നമ്മളത് ഏൽപ്പിക്കുന്നത്. അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർക്കൊന്നും അത്തരം പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, മത പ്രചാരണ പ്രവർത്തനങ്ങളിലൊന്നും അവർക്ക് ഏർപ്പെടാൻ കഴിയില്ല. അവർക്കൊക്കെ പലതരത്തിലുള്ള പരിധികളും പരിമിതികളുമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കൊടുത്തോളൂ. ആദ്യമേ പറയട്ടെ, 2015 ഈ പദ്ധതി തുടങ്ങിയത്. ഇത് അതിൻ്റെ 8ാമത്തെ ഘട്ടമാണ്. ആ 8 ഘട്ടങ്ങളിലായി കഴിഞ്ഞ 7 ഘട്ടങ്ങളിലായി പിരിച്ചെടുത്ത ഫണ്ടിൻ്റെ പ്രതിഫലനങ്ങൾ അറിയണമെങ്കിൽ കേരളത്തിലേക്ക് മാത്രമല്ല നോക്കേണ്ടത്, കേരളത്തിൽ കൂടിയും നമുക്ക് നോക്കാവുന്നതാണ്. ആ വിഷയത്തെക്കുറിച്ച് പറയാം. നോക്കൂ, തമിഴ്നാട്ടിൽ ജാമിഅ കലിമ തയ്യിബ എന്ന് പറയുന്ന ഒരു അക്കാഡമി പറങ്കിപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖാമിൻ്റെ ചാരയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനത്തിൽ 10 വർഷ കോഴ്സാണ് അവിടെ രൂപീകരിച്ചിട്ടുള്ളത്. 80 വിദ്യാർത്ഥികളും 50 അധ്യാപകരും അവിടെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. നന്നായി മനസ്സിലാക്കണം. കേരളം പോലെയുള്ള ഒരു പ്രദേശമല്ല, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ്. തമിഴ്നാട്ടിൽ ഞാൻ ആമുഖം പറഞ്ഞതുപോലെ നീലഗിരിയിൽ ഒതുങ്ങുന്ന ഈ പ്രവർത്തനത്തെ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ, അതിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെ സഹായിക്കാൻ ആരാണുള്ളത്? അവിടെ കാര്യങ്ങൾ നോക്കി നടത്താൻ ആരാണുള്ളത്? ഉള്ള ആളുകളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് സമസ്ത അതിൻ്റെ അജയ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമ്മൾ സഹായിക്കണോ വേണ്ടയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ജാമിഅ കലിമ തയ്യിബ അക്കാഡമിയുടെ ഉദ്ഘാടനം, അതുപോലെ അവിടുത്തെ റബീഉ കോൺഫറൻസ്, അതെല്ലാം ഇന്ന് വീഡിയോ ലഭ്യമാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവിടെ തമിഴിൽ മക്കൾ പ്രസംഗിക്കുന്നതും തമിഴിൽ കുട്ടികൾ പഠിക്കുന്നതും ഒക്കെ കാണാൻ കഴിയും. അവർക്ക് തമിഴ് ഭാഷയിലാണ് അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് യോഗ്യരായ അധ്യാപകന്മാരെ വെക്കണം, അവർക്ക് ശമ്പളം കൊടുക്കണം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണം, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവനും നിർവഹിച്ചു കൊടുക്കണം. ഭീമമായ ചെലവ് ആ കാര്യത്തിൽ വരുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. എവിടെ നിന്നാണ് ചെലവഴിക്കുന്നത്? കൈത്താങ്ങിലൂടെ നമ്മൾ കൊടുത്ത കാശിൽ നിന്നാണ് അവിടെ ആ ദീനി ദഅവത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ മറ്റൊന്ന് നോക്കൂ. തിരുപ്പൂരിലെ മംഗളം എന്ന് പറയുന്ന സ്ഥലത്ത് 2 ബാച്ചുകളിലായി നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. 65 വിദ്യാർത്ഥികളും 4 ഉസ്താദുമാരും 4 അധ്യാപകരും അവിടെ അവരെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർക്ക് ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം, വിദ്യാർത്ഥികൾക്ക് പറയപ്പെട്ടതുപോലെ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. എവിടെ നിന്നാണ് സമസ്തക്ക് ഫണ്ട്? എവിടെ നിന്നാണ് ഫണ്ട്? സമസ്തക്ക് നമ്മളെപ്പോലെയുള്ള, നിങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ, അതുപോലെ സുമനസ്കരായ ആളുകൾ, അള്ളാഹു നൽകിയ സാമ്പത്തിക നിഅമത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ അവൻ തൗഫീഖ് നൽകിയ സുമനസ്കരായ ആളുകൾ, അവരുടെയൊക്കെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഈ സംരംഭങ്ങളൊക്കെ നടത്തിപ്പോരുന്നത്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, വാളയാർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു 5 ഏക്കർ ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ദീനിൻ്റെ ചൈതന്യങ്ങൾ മുറ്റി നിൽക്കുന്ന കേന്ദ്രങ്ങളുടെ പ്രഭാവലയമായി മാറാൻ പോകുന്ന സ്ഥാപനങ്ങളാണ്. അതുപോലെ നോക്കൂ, തമിഴ്നാട് ഒരു സന്ദേശയാത്ര നടത്തിയെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ അഭിവന്ദ്യരായ ഉസ്താദുമാർ, നമ്മുടെ സംഘടനാ ഭാരവാഹികളും നേതാക്കളുമൊക്കെ അവിടെ യാത്ര നടത്തിയതിൻ്റെ ശേഷം നമുക്ക്
മദ്രസ തുടങ്ങിക്കിട്ടണമെന്ന് പറഞ്ഞ അപേക്ഷകൾ, ആ അപേക്ഷകൾ പരിഗണിച്ച് 15 മദ്രസകൾക്കാണ് വിദ്യാഭ്യാസ ബോർഡ് അവിടെ അംഗീകാരം കൊടുത്തിട്ടുള്ളത്. തിരുപ്പൂർ, കോയമ്പത്തൂർ, മേട്ടുപ്പാളയം, ട്രിച്ചി, ധാരാപുരം എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെ ഇതിൽപ്പെട്ടതാണ്. ഈ പുതിയ അംഗീകാരം നൽകപ്പെട്ട മദ്രസകളിലേക്കുള്ള പാഠപുസ്തകങ്ങളൊക്കെ ലഭ്യമാക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തയാണ്, വിദ്യാഭ്യാസ ബോർഡാണ്. ഇതിനൊക്കെ സാമ്പത്തിക ചിലവില്ലേ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദീനി ദഅവത്ത് എന്ന് പറയുന്നത് ഇത്തരം ദീനിനെ ജീവിപ്പിക്കാനുള്ള മതവിദ്യാഭ്യാസ സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കലും അതിനുവേണ്ടി സഹായിക്കലുമല്ലേ. ഇനി നോക്കൂ, നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ദാറുൽ ഹുദായുടെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഹാദിയ. ആ ഹാദിയക്ക് കീഴിൽ 16 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 2675 പ്രാഥമിക മദ്രസകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആന്ധ്രാപ്രദേശ്, അസം, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 17 റീജിയണുകളിലായി 86 റേഞ്ചുകൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 40,121 വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 137 മുഫത്തിഷുമാർ ഈ സംരംഭങ്ങൾക്കെല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെല്ലാം ഓരോ മാസവും 3/4 കോടി രൂപയാണ് സമസ്ത ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. ഏതാണ് ഈ സമസ്ത മാറ്റിവെക്കുന്ന ഫണ്ട്? നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ, അതുപോലെ നേരത്തെ പറഞ്ഞ സുമനസ്കരായ ആളുകൾ, അവർ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഈ സാമ്പത്തികത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പറയപ്പെട്ട പുതിയ മദ്രസകളിൽ അടക്കമുള്ള വിദ്യാർത്ഥികളുടെ പൊതുപരീക്ഷാ ഫീസ്, ആ മക്കൾക്ക് സാമ്പത്തിക ശേഷിയില്ല, മാത്രമല്ല തുടക്കക്കാരാണ്, അവർക്ക് സാമ്പത്തിക ബാധ്യതകൾ അടിച്ചേൽപ്പിക്കാതെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തി മതവിദ്യാഭ്യാസം നൽകണം. അതിനുവേണ്ടി അവരുടെ പൊതുപരീക്ഷാ ഫീസ് പരിപൂർണമായും സമസ്തയാണ് വഹിക്കുന്നത്, വിദ്യാഭ്യാസ ബോർഡാണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ധാരാളം പള്ളികൾ, മദ്രസകൾ, അതുപോലെ ദീനി സ്ഥാപനങ്ങൾ, ഇവകൾക്കെല്ലാം അത്യാവശ്യ ഘട്ടങ്ങളിൽ സാമ്പത്തികം ആവശ്യം വരുന്ന നേരങ്ങളിൽ അപേക്ഷ കൊടുത്താൽ അത് അന്വേഷിച്ച് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിനുവേണ്ടി ഫണ്ട് അനുവദിച്ചു കൊടുക്കുന്നു. എവിടെ നിന്നാണ് ഈ ഫണ്ട്? നമ്മൾ നൽകുന്നതാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തന മേഖല പ്രത്യേകം എടുത്തു പറയണം. പല ഘട്ടങ്ങളിലായി നമ്മൾ സമസ്തയുടെ കൈത്താങ്ങ് കണ്ടതാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമുക്ക് പറയാം. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്ന സന്ദർഭത്തിൽ അവിടേക്ക് സമസ്ത പ്രത്യേകം പാക്കേജ് പ്രഖ്യാപിച്ചു. ഒരുപാട് നമ്മുടെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ അകത്തും പുറത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമിഴ്നാട്ടിലെ നീലഗിരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മദ്രസാധ്യാപകന്മാർ മുഖേന അതുപോലെ സുമനസ്കരായ ആളുകളെയൊക്കെ കണ്ട് അവരിൽ നിന്നൊക്കെ ശേഖരിച്ച് സമസ്ത നടത്തിയ മേൽനോട്ടത്തിൻ്റെ ഭാഗമായി 754 കുടുംബങ്ങൾക്ക് പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു സംഭാവന, ഒരു സഹായം എന്ന നിലക്ക് അവർക്ക് 10,000 രൂപ വീതം കൈമാറി. ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്നും പുനരധിവാസ പാക്കേജ് സർക്കാർ നടത്താത്തതിൻ്റെ പേരിൽ ഒരു സമരമുഖത്ത് നിൽക്കുന്ന ആ ജനതയ്ക്ക് മുൻപിലേക്ക് ദാഹിച്ചു നിൽക്കുന്നവർക്ക് നൽകുന്ന വലിയ ദാഹശമനിയായിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അങ്ങോട്ട് കടന്നു ചെന്നിട്ടുള്ളത്. ഇനി മാത്രമല്ല, അവിടെ പുനരധിവസിക്കപ്പെടുന്ന സമയങ്ങളിൽ അവിടുത്തെ വിശ്വാസികൾക്ക് നിസ്കരിക്കാൻ പള്ളികൾ വേണം, മക്കൾക്ക് പഠിക്കാൻ മദ്രസകൾ വേണം. എല്ലാം ഒരു രാവ് ഇരുട്ടി വെളുത്തപ്പോഴേക്ക് പ്രളയം നക്കിത്തുടച്ചു പോയ ഭൂമികയിൽ പുനർനിർമ്മിച്ച് പുനരധിവസിപ്പിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. എല്ലാം പുതിയതായി നട്ടുവളർത്തി കൊണ്ടുവരേണ്ട സാഹചര്യങ്ങൾ ഉള്ളയിടങ്ങൾ വരെയുണ്ട്. അവിടങ്ങളിലെല്ലാം ഈ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് അതിലേക്ക് കൈത്താങ്ങാകാനാണ് നമ്മളോട് സമസ്ത ആവശ്യപ്പെടുന്നത്. പിന്നെ പ്രസാധന രംഗത്തും ഒട്ടേറെ ചലനങ്ങൾ നടത്തിയ സംവിധാനമാണ് സമസ്ത. നമുക്കറിയാമല്ലോ, 7 എഡിഷനുകൾ, അത് കേരളത്തിൽ, അതുപോലെ ഗൾഫിൽ, ദുബായിൽ ഒരു എഡിഷൻ, ഗൾഫ് സുപ്രഭാതം പൂട്ടിപ്പോയി എന്ന് ജബ്ബാർ ഹാജി പറഞ്ഞ അതേ പത്രവുമായി ഇന്നത്തെ ദിവസമടക്കം നമ്മുടെ സമസ്തയുടെ പ്രവർത്തകർ ആ പത്രം ഉയർത്തിക്കാട്ടിയിട്ട് ഇതാണ് ജബ്ബാർ ഹാജി പറഞ്ഞ പൂട്ടിപ്പോയ പത്രം എന്ന് പറഞ്ഞു വന്നത് കണ്ടില്ലേ. അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രചണ്ഡമായ ദുഷ്പ്രചരണങ്ങൾ നടത്തി സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ സമസ്ത അതിൻ്റെ റൂട്ടിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അടക്കമുള്ള ആളുകൾ പറഞ്ഞ പച്ച കള്ളം പൊളിഞ്ഞ് തരിപ്പണമായി പാളീസായി പോയത് നമ്മൾ കണ്ടവരാണ്. കൂടുതൽ ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അവരൊക്കെ അങ്ങനെ പരിഹസിക്കുന്ന ആ മാധ്യമ രംഗത്തെ വലിയ അത്ഭുത സൃഷ്ടിയായി സുപ്രഭാതം, അതുപോലെ നമ്മുടെ അൽ മുഅല്ലിം, കുടുംബം, സന്തുഷ്ട കുടുംബം, സത്യധാര,
അതുപോലെ നമ്മുടെ അക്കാഡമിക് മാഗസിനുകൾ, നമ്മുടെ അറബിക് കോളേജുകൾ, അങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങളുടെ മാഗസിനുകൾ, ഇതെല്ലാം സമസ്ത അതിൻ്റെ പ്രസിദ്ധീകരണ വിഭാഗങ്ങളായി കൊണ്ടു നടക്കുന്നു. ഇവകളുടെ ആവശ്യങ്ങൾക്കും അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളിലെല്ലാം ഇതിൽ നിന്ന് വിഹിതങ്ങൾ മാറ്റിവെക്കുന്നു. അല്ലാതെ ഒരു സുപ്രഭാതം പത്രത്തിന് മാത്രമായി 50% ഈ പിരിച്ചെടുക്കുന്ന സംഖ്യയിൽ നിന്ന് മാറ്റിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ദുഷ്പ്രചരണങ്ങൾ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയും അള്ളാഹുവിൻ്റെ ദീനീ സംവിധാനങ്ങളും സംരംഭങ്ങളും നിലനിർത്താൻ ആവശ്യമായ സംഭാവനകളാണ് പ്രിയപ്പെട്ടവരെ സമസ്ത നിങ്ങളുടെ മുൻപിലേക്ക് കൈനീട്ടി ചോദിക്കുന്നത്. കൈത്താങ്ങാകാൻ നമ്മളെ കൊണ്ട് കഴിയണം. സമസ്തക്കിട്ട് താങ്ങുന്ന പണി ബന്ധപ്പെട്ടവർ നിർത്തുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം ഇതെല്ലാം സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പലരും വരുന്ന നേരങ്ങളിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ സന്ദേശം എന്ന നിലക്ക് നിങ്ങൾക്ക് മുൻപിലേക്ക് സമർപ്പിക്കുകയാണ്. അള്ളാഹുവെ നീ കബൂൽ ചെയ്താലും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.